ഇനിയിപ്പൊ എന്താ ചെയ്യുക ചന്ദ്രേ? ഏട്ടൻ വരട്ടെ. എന്താടി അന്തം വിട്ട പോലെ നോക്കുന്നേ? പുതിയ താമസക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. താമസക്കാരോ? ആര്? ആ, കണ്ടിട്ട് ഇവിടെ പുറത്തേക്ക് വന്നതുപോലെ. എടി ആരാ വന്നേന്ന് പറ. അത് സസ്പെൻസ്. ചെന്ന് നോക്ക്. അതെന്താ സസ്പെൻസ്? നീയോ? നീ എന്താടി ഇവിടെ? ഞാൻ പിന്നെ എവിടെ പോവാനാ? ഞാൻ ഇനി ഒരിടത്തേക്കും പോകുന്നില്ല. ഞാനിനി ഇവിടെ താമസിക്കാൻ പോകുന്നത്. എവിടെ? നീ എവിടെയാണോ അവിടെ. എഴുന്നേക്കടി. ഇതൊന്നും ഇവിടെ നടക്കില്ല. നീ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം. എങ്ങോട്ട് ഇറങ്ങാൻ? ഒരിടത്തേക്കും ഇറങ്ങുന്നില്ല. ഇത് കെട്ടിയത് ശിവനാണെങ്കില് ഇനി മുതൽ ഞാനാണ് ഇവിടെ താമസിക്കുന്നത്. അടുക്കള ഞാൻ കയറി നോക്കി. ആങ്ങളെയും പെങ്ങളും കൂടി പുറത്തുനിന്ന് വാങ്ങിയുള്ള കഴിപ്പാണല്ലേ. എന്തെങ്കിലും വച്ചുണ്ടാക്കി തരാൻ പെങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. നാത്തൂനായി പോയില്ലേ, ഞാൻ പഠിപ്പിച്ചോളാം. അടുക്കളയിലേക്കുള്ള സാധനങ്ങളൊക്കെ എനിക്ക് വാങ്ങി തന്നാ മതി. ഡെയ്സി, എനിക്ക് ഒരുപാട് ജോലി തിരക്കുള്ള സമയമാണ്. നീ വെറുതെ കിടന്ന് ചെലക്കാതെ വീട്ടിൽ പോവാൻ നോക്ക്. അല്ലെങ്കിൽ തന്നെ ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് ഇവിടെ നേരമില്ല. അതിന്റെ കൂടെ ഇതും കൂടെ താങ്ങാനുള്ള കെൽപ്പ് എനിക്കില്ല. അപ്പോ ഞാൻ പ്രശ്നക്കാരിയാണെന്ന് സ്വയം തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? അതായിരിക്കും. അതുകൊണ്ടായിരിക്കും എന്നെ ഒഴിവാക്കിയിട്ട് ആ കളക്ടർക്ക് പിന്നാലെ സഞ്ചാരം തുടങ്ങിയത്. നിന്നോട് സംസാരിച്ചു നിൽക്കാനേ എനിക്കിപ്പോ തീരെ സമയമില്ല. അല്ലെങ്കിൽ ഞാനിതിന് നല്ലൊരു മറുപടി തന്നേനെ. പറഞ്ഞു മനസ്സിലായി കൊടുറേ. അല്ലെങ്കിൽ എല്ലാ ആണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാ. ഉത്തരം മുട്ടുമ്പോ ഓടി ഒളിക്കുന്ന പരിപാടി. രാമേട്ടാ, നമുക്ക് ആ ജവഹർ കോളനി വരെ ഒന്ന് പോണം. ആ ജോൺ, കേറൂ. എന്തു പറ്റി രാമേട്ടാ? വണ്ടിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് മാഡം. ചെറിയ ഏനക്കിടക്ക് ഇന്നലെ മുതൽ കാണിക്കുന്നുണ്ടായിരുന്നു. ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ. ഞാനൊന്ന് നോക്കട്ടെ. സമയം പോവുമല്ലോ അനു. വന്നിട്ട് ഒരുപാട് കാര്യങ്ങളുള്ളതാ. എന്താ മേഡം ഇപ്പൊ ചെയ്യാ? മറ്റേതെങ്കിലും വണ്ടി നോക്കിയാലോ? എന്താ ഇത്? ശ്രദ്ധിക്കണ്ടേ? അല്ലത് മാഡം പെട്ടെന്ന് എടുത്തപ്പോ മറ്റുള്ളവരുടെ നേരെ ഇതുപോലെ ചെളിവാരി എറിയുമ്പോ ജോൺ ഓർക്കാറുണ്ടോ ചില സന്ദർഭങ്ങളിൽ തനിക്ക് നേരെയും ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമെന്ന്? ഇപ്പൊ ഈശ്വരനായിട്ടാ തനിക്കിങ്ങനെ ഒരു അസുഖം തന്നിരിക്കുന്നത്.
തന്റെ ഈ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന സ്വഭാവ ഗുണം കണ്ടുകൊണ്ട് തന്നെയാ അലക്കി തേച്ച ഷർട്ടും പാന്റും ഇട്ടുകൊണ്ട് വന്നാ പോരാ, മനസ്സും കൂടി നന്നായിരിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഇനിയും ഉണ്ടാവും. സത്യം പറഞ്ഞ ഈ ഒരു രീതി തന്നെയാ തനിക്ക് ചേരുക. അസൂയയും കുശുമ്പും കൊതികാൽ വെട്ടും കൊണ്ട് തന്റെ മനസ്സ് എത്രത്തോളം ദൂഷിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ പുറത്തും അങ്ങനെ ആയി എന്നങ്ങ് വിചാരിച്ചാ മതി. ദോ, ഇനിയെങ്കിലും നന്നാവാൻ നോക്കാം. ഇതിപ്പോ തന്നോട് പറഞ്ഞു എനിക്ക് തന്നെ നാണക്കേട് തോന്നുന്നു. കഷ്ടം. ടമേട്ടാ, വണ്ടി എടുക്ക. ഇനി ജോണിനെ കൂട്ടിയ ഏതോ വർക്ക്ഷോപ്പിലെ ജോലിക്കാരനെയും കൊണ്ട് നമ്മൾ ചെന്നു കരുതും. അത് ചിലപ്പോ ജോണിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കാം, പക്ഷെ ഒരു കളക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് കുഴപ്പമുണ്ട്. പോവാം. ശരി. അപ്പോ ഇതിന്റെ പണിയായിരുന്നല്ലടി എന്നെ മനഃപൂർവ്വം കാര്യവാരി തേക്കാനുള്ള പണി.